ഹലോ ഗൈസ്, ഇനി ഞാൻ വന്നിട്ടുള്ളത് ഇത് കുഞ്ഞു പുഴുവിനെ കുറിച്ചാണ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ക്ലേ കൊണ്ടുണ്ടാക്കാവുന്നതാണ്. ക്ലേ വേണം എടുക്കാം, മാവ് വേണം എടുക്കാം, എന്ത് വേണേലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മാവാണ്. എനിക്ക് മാവ് മാത്രമേ കിട്ടുള്ളൂ. ഇത് നിങ്ങളുടെ അമ്മമാരോട് ചോദിക്കാതെടുത്തിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിച്ചിട്ട് വേണ്ട സീനൊന്നും വേണ്ട. അമ്മയോട് ചോദിച്ചിട്ട് അമ്മയുടെ അനുവാദത്തോട് മാത്രം ചെയ്താൽ മതി. അപ്പം ഇതിന് പെയിൻ്റ് അടിക്കലാണ് ഇന്നത്തെ പണി. ഇത് ഇച്ചിരി പൂപ്പൽ പിടിച്ചിട്ടുണ്ട്. കാര്യം നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് പൂപ്പലൊക്കെ വൃത്തിയാക്കണം. കാര്യം ഈ മാവൊക്കെ 5-6 ദിവസം, ഇത് ഉണങ്ങണമെങ്കിൽ 5-6 ദിവസം എടുക്കും. വെളുത്തൊക്കെ വെക്കണം. പക്ഷേ ഇത് വെളുത്ത് വെച്ചില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പൂപ്പലായി പിടിച്ചത്. അല്ലേ വെളുത്ത് വെക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ഞാനിത് കളർ അടിക്കുന്നത് കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാൻ ഇവിടെ പുഴു ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം ഉണ്ടാക്കാം. ഞാൻ ഇവിടെ പുഴുവാണ് ഉണ്ടാക്കിയത്. എനിക്ക് ഈസി ആയിട്ട് അത് എനിക്ക് പൂച്ചേനൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പൂച്ചയുടെ കാര്യം വന്നപ്പോൾ താണ്ട വന്നത് ഉണ്ടാക്കി ആ പാലം പൊക്കി ഓടി. അപ്പം നമുക്ക് ഇനി ഗ്രീൻ പെയിൻ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ വീസ് കളർ അടിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഫുൾ അടിച്ചു കൊടുക്കണം. ഞാൻ അടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എളുപ്പമാണ് കേട്ടോ ഗൈസ് ഉണ്ടാക്കാൻ. നമുക്ക് ക്ലേ കൊണ്ട് അറിയത്തില്ല. അപ്പം ഞാൻ ഒന്ന് വീഡിയോ സ്റ്റോപ്പാക്കിയിട്ട് ഞാൻ പിന്നെ ഇത്ര അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിന് ലൈറ്റ് ഗ്രീനാണ്. ഇവിടെ നമ്മൾ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഗ്രീൻ കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ വാട്ടർ കളറാണ് യൂസ് ചെയ്യുന്നത്. വാട്ടർ കളറും കൂടെ അടിക്കാൻ പറ്റും. ഇതിൻ്റെ കണ്ണൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല കേട്ടല്ലേ. അപ്പം നമ്മൾ ഇതൊന്ന് സൂക്ഷ്മതമായി അടിക്കണം. എല്ലാ പണി എവിടെ നോക്കിയാണ് വരുന്നതെന്ന് പറയാം. എല്ലാവരും ഇതെങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരും സബ്സ്ക്രൈബും ലൈക്കൊന്നും തരുന്നില്ല. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബാണ് എനിക്ക് കുറച്ചും കൂടെ എനർജി തരുന്നത്. പ്ലീസ് സബ്സ്ക്രൈബ്, ഒരു ലൈക്കും തന്നൂടെ. ഞാൻ ഇങ്ങനത്തെ ഈ ക്ലേയും കൊണ്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി, ക്ലേ പോട്ടെ മാവും കൊണ്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഒരുപാട് വീഡിയോസ് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഇതെല്ലാം നല്ല വൃത്തിക്ക് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി എടുക്കണം. നമ്മളിവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഒരു ദിവസം ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു ഒരു വാട്ടർ കളർ വാങ്ങിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ വാട്ടർ കളർ വാങ്ങിച്ച് സ്കെച്ച് പെൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം അച്ഛൻ വാട്ടർ കളർ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞാൻ ഈ വാട്ടർ കളർ കൊടുത്തു വിട്ടില്ല. ഞാൻ എടുത്തു പറഞ്ഞു അച്ഛനോട്. പിന്നെ പറഞ്ഞു മരയ്ക്ക് സ്കെച്ച് വാങ്ങിച്ചുകൊണ്ട് വരാം. പിന്നെ സ്കെച്ചും കിട്ടി, വാട്ടർ കളറും കിട്ടി. അങ്ങനെ ഒപ്പിച്ച സാധനമാണ് ഈ വാട്ടർ കളർ. ഇത് പക്ഷേ ക്വാളിറ്റി ഇല്ലാത്തതാണ് കേട്ടോ. ക്വാളിറ്റി ഉള്ളതാണ് പിന്നെയും കുഴപ്പമില്ല. ഇത് ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനമാണ്. നമ്മൾ നല്ല ഫുള്ള് ഗ്രീൻ അടിച്ച് കൊടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ തലയും കുത്തി പിടിക്കണം. എവിടെയൊക്കെ ആവുമെന്ന് പറയാൻ പറ്റില്ല. മാറിക്കേ. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അതിൻ്റെ കീറി ഒന്ന് ചെറുതായിട്ട് കുളമായിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് കുടിക്കാം. ഈ അടി ഒന്ന് ഉണങ്ങി എടുക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഓക്കെ ആക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് റിയാലിറ്റി വരാനായിട്ട് കുറച്ച് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ഒരു വീഡിയോയും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഞാനിത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കാണിക്കാം. അപ്പം അവൻ ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പ്ലാസ്റ്റിക് കവറിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മേളിൽ കുറച്ച് ഇത് നടത്തണം. അപ്പം നമുക്ക് ഒരു
ഈ ഗ്രീൻ ഇച്ചിരി എടുത്താൽ മതി. നമ്മൾ ആ വരയുടെ അവിടെ ഇച്ചിരി ഒന്ന് റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. റിയലിസ്റ്റിക് ആക്കണ്ടേ നമുക്ക് പലതും ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് റിയലിസ്റ്റിക് ആക്കിയില്ലെങ്കിൽ മോശമല്ലേ. അപ്പം അതിന് വേണ്ടിയുള്ള അതാണ്. പിന്നെ നമുക്ക് വൈറ്റ് വേണം കേട്ടോ. ഇനി ഓർക്കും എല്ലാത്തിനും എണ്ണത്തിനാണ് വൈറ്റ് എടുക്കുന്നത്. ചെറിയ പറഞ്ഞതേ റിയലിസ്റ്റിക്കിന് നല്ലപോലെ ലൂസാക്കിയിട്ട് വേണം വൈറ്റ് യൂസ് ചെയ്യാൻ. നമ്മളിങ്ങനെ റിയലിസ്റ്റിക് ഒന്ന് തൊട്ട് കൊടുത്തിട്ട് വെള്ളം കൊണ്ട് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒന്ന് ബ്രഷ് ഒന്ന് ആവട്ടെ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യം പിന്നെ ഒരു ലൈറ്റ് ഗ്രീനാണ്. ഈ ഇലയിൽ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ഈ ഫ്രണ്ട് ഭാഗവും ഈ ലാസ്റ്റ് ഭാഗവും ഒന്ന് ഇങ്ങനെ വരഞ്ഞ് വെക്കണം. ഇങ്ങനെ വലിഞ്ഞ് വരച്ച് കൊടുക്കണം. ഇച്ചിരി ഇതൊക്കെ ചെയ്ത് കൊടുക്കണം. എന്നാലൊക്കെ അല്ലേ ഇന്നൊരു ലുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതുക്കുട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എടുത്ത് കാണിക്കണു. ഇതാണ് കേട്ടോ നമ്മുടെ പുതുക്കുട്ടൻ. നല്ല ക്യൂട്ടല്ലേ. അതിൻ്റെ കൊമ്പ് രണ്ടും ഒടിഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.